പെട്ടെന്ന് കണ്ടപ്പോൾ സാംസങ്ങിൻ്റെ ഫോൾഡ് ആണെന്ന് വിചാരിച്ച സംഭവം അതല്ല, വേറൊരു ബ്രാൻഡ്. ഈ ഒരു സാംസങ്ങിൻ്റെ ഫോൾഡ് മടക്കിയിരിക്കുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ഏകദേശം അതേ സൈസിൽ അതേപോലെ ഇരിക്കുന്നത്, തുറക്കാതെ പറ്റില്ല, ഇത്ര ഉള്ളൂ സൈസ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം സാംസങ്ങിൻ്റെ ഫോൾഡ് കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചുള്ളൂ ഇത്ര ഉള്ളൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതുപോലെ റീൽസിൽ കാണുന്നത് ആക്ച്വലി ചിലപ്പോൾ ഈ ഒരു കമ്പനി റിയലി ആളുകൾക്ക് വേണ്ടി ഇറക്കിയതാണോ എന്ന് എനിക്കറിയില്ല. മേ ബി ഇതൊരു മാർക്കറ്റിംഗ് ട്രിക്ക് ആവാം. കാരണം ഇപ്പോൾ ആപ്പിൾ ആയാലും കഴിഞ്ഞ ദിവസം ഒരു സഞ്ചി ഇറക്കി, അതിന് നല്ല റേറ്റ് ഉണ്ട്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ എറണാകുളത്തൊക്കെ ഞാൻ ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു. പല കാര്യങ്ങളും ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ബ്രാൻഡുകളും ചില പ്രൊഡക്റ്റ് ഇറക്കുന്നത്, അല്ലാതെ അവർക്കത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും അത് ഇറക്കി ഫെയിലായി. ഇപ്പോൾ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ഇറക്കിയ ആപ്പിൾ, പക്ഷെ അത് ഫ്ലോപ്പാണെന്നുള്ള രീതിയിലാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് ഗെയിം അവർ വിൻ ചെയ്തു. കാരണം ആപ്പിൾ എന്ന് ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിച്ചു, ഒരുപാട് പേര് അത് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും ബ്രാൻഡ് ഒരുപാട് പേരുടെ മൈൻഡിലേക്ക് കയറാണ് ഉണ്ടായത് കഴിഞ്ഞ ആപ്പിൾ റിലീസിൻ്റെ ടൈമിൽ. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്ത് റിലീസ് ചെയ്യാൻ പറ്റും ഒരു മാർക്കറ്റിംഗ് എലമെൻറ്റിന് വേണ്ടിയിട്ട്, എന്നാൽ അത് ഫെയിൽ ആവണം എന്നല്ല, പക്ഷെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഓർ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് മാർക്കറ്റിൽ പെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഓർ സർവീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ടെക്നിക്കാണ്. സോ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബ്രാൻഡിൽ അത് എങ്ങനെ ചെയ്യാം. ചില റെസ്റ്റോറൻറ്റ് ചെയ്യില്ലേ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോപ്പി അടിച്ചിട്ട് അത് ഇറക്കിയിട്ട് അതിൻ്റെ കോണ്ടന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പുതിയ സാധനം വന്നല്ലോ എന്ന് ഓർത്തിട്ട് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക, ആ ഷോപ്പിലേക്ക് വരാം. അത് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് വേണ്ടി വരുമ്പോൾ ഓഫ് കോഴ്സ് മറ്റുള്ള പ്രൊഡക്റ്റ് കാണുന്നു, സർവീസ് കാണുന്നു, ഇഷ്ടപ്പെട്ടവർ അവിടെ റെഗുലർ കസ്റ്റമർ ആണ്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് കുറേയൊക്കെ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ മാർക്കറ്റിംഗ് ആ ഒരു മൈൻഡ് സെറ്റ് ഉണരണം. പ്രത്യേകിച്ച് ബിസിനസ് ഓണേഴ്സ് നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. മാർക്കറ്റിംഗ് ടീം ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ അവെയർ ആവും. സ്ട്രാറ്റജിയാണ് മെയിൻ, അല്ലാതെ കുറേ ടൂൾസ് കൊണ്ട് വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കി കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറയാം നിങ്ങളുടെ സ്റ്റാഫിനോട്. ഓക്കെ.